ബി.ജെ.പി. രാജ്യത്താകെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന കാലമാണ്. ദേശീയതലത്തിൽ രാമക്ഷേത്രക്കൊള്ള മുതൽ സി.ജെ.പി. സമരം വരെയും ഇനി വരാനിരിക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും എല്ലാമുണ്ട്. ഇനി കേരളത്തിലും ബി.ജെ.പിയുടെ സ്ഥിതി വ്യത്യസ്തമല്ല. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വിവാദമാണ് സംസ്ഥാന ബി.ജെ.പിയെ പിടിച്ചുലച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ട് പാർട്ടി നേതാക്കൾ തന്നെ പലവിധ തട്ടിപ്പുകളിലൂടെ കൈക്കലാക്കിയ ഞെട്ടിക്കുന്ന വാർത്തകൾ അടുത്തിടെയാണ് കേരളം കേട്ടത്. സംസ്ഥാന ബി.ജെ.പി. എല്ലാ കാലത്തും കേൾക്കുന്ന ഒരു പഴി അവർക്ക് തെരഞ്ഞെടുപ്പല്ല, തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് പ്രധാനം എന്നതാണ്. അത് ശരിവെക്കുന്നതായി പോയി ഇപ്പോഴത്തെ വിവാദങ്ങൾ. കുറഞ്ഞത് 10 സീറ്റെങ്കിലും ഇത്തവണ നേടുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന സംസ്ഥാന ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ വിശ്വസിപ്പിച്ചിരുന്നത്. അതിനായി ദില്ലിയിൽ നിന്ന് ഫണ്ട് വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. ആ ഫണ്ടെല്ലാം സ്വന്തം പോക്കറ്റിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളായിരുന്നു സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നതാണ് രസകരം. അതിന്റെ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ടിയിലെ വിഭാഗീയത ആളിക്കത്തിച്ചിരിക്കുകയുമാണ്. ആ വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം നടന്നു. കോർ കമ്മിറ്റി വിളിക്കണമെന്ന മുരളീധര പക്ഷത്തിന്റെ ആവശ്യം തള്ളിയാണ് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ നീക്കം നടത്തിയത്. ജനറൽ സെക്രട്ടറിമാരുടെയും തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റുമാരുടെയും മാത്രം യോഗമാണ് വിളിച്ചു ചേർത്തത്. യോഗത്തിൽ ഫണ്ട് തട്ടിപ്പ് ചർച്ചയായതേയില്ല. അല്ലെങ്കിൽ അതിനുള്ള സാധ്യത അധ്യക്ഷൻ തന്നെ ഇല്ലാതാക്കി. പകരം വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് നടക്കേണ്ടതെന്ന് അധ്യക്ഷൻ പ്രഖ്യാപിച്ചു. അതായത് ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങണമെന്ന്. ഫണ്ട് തട്ടിപ്പല്ല, സീറ്റാണ് പ്രധാനം എന്നതാണ് അധ്യക്ഷൻ യോഗത്തിൽ സ്വീകരിച്ച ലൈൻ. മിഷൻ 2029 അജണ്ട മുന്നിൽ വെച്ച് വേണം ഇനിയുള്ള പ്രവർത്തനമെന്ന കർശന നിർദ്ദേശം കൊടുക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. സ്ഥാനാർത്ഥികൾ, മണ്ഡലം ഏജന്റുമാർ എന്നിവരെയൊക്കെ നേരത്തെ നിശ്ചയിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് കേരളത്തിലെ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. അത് വെറുതെയൊന്നുമല്ല, ചില കണക്കുകൂട്ടലുകൾ അതിന് പിന്നിലുണ്ട്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വനിതാ സംവരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള മണ്ഡല പുനർനിർണയം നടക്കുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. അത് കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാരിന്റെ മിടുക്ക് പോലെയിരിക്കും. കാരണം ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. ഭരണഘടനാ ഭേദഗതി ബിൽ നിലവിൽ പാസ്സാക്കാനുള്ള അംഗബലം കേന്ദ്ര സർക്കാരിനില്ല. അത് ഒപ്പിച്ചെടുക്കാനുള്ള എല്ലാ കളികളും മോദിയും അമിത്ഷായും നടത്തുന്നുമുണ്ട്. അത് നടപ്പിലായാൽ രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. ആനുപാതികമായ കേരളത്തിലും വർധനയുണ്ടാകും. സംസ്ഥാനത്ത് നിലവിലുള്ള 20 സീറ്റുകൾ 30ലേക്ക് ഉയർന്നേക്കാം. അങ്ങനെയെങ്കിൽ 6 മുതൽ 8 വരെ സീറ്റുകൾ നേടുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഇനി നിലവിലെ 20 തന്നെയാണെങ്കിൽ ഒരു 4-5 സീറ്റെങ്കിലും അക്കൗണ്ടിലാക്കണം. ഇതാണ് കണക്കുകൂട്ടൽ. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ദില്ലിയിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴേ തുടക്കമിടണമെന്നതാണ് യോഗത്തിലുണ്ടായിരിക്കുന്ന തീരുമാനം. നിലവിൽ എം.എൽ.എ. ആണെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ലോക്സഭയിലേക്കും പോരിനിറങ്ങാനാണ് തീരുമാനം. ആറ്റിങ്ങൽ, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, പത്തനംതിട്ട മണ്ഡലങ്ങളാണ് ബി.ജെ.പി. ഉന്നമിടുന്നത്. സിറ്റിംഗ് സീറ്റായ തൃശൂർ സുരേഷ് ഗോപിയിലൂടെ നിലനിർത്താമെന്നും പാർട്ടി കരുതുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ തവണയാണ് ബി.ജെ.പി. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറക്കുന്നത്. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചു. നിയമസഭയിലേക്ക് 3 എം.എൽ.എമാരെയും വിജയിപ്പിച്ചു. അത് ചെറിയ കാര്യമല്ല. പക്ഷേ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് കേരളത്തിൽ സ്വാധീനം വളർത്താൻ നടത്തുന്ന ശ്രമങ്ങളൊന്നും വേരുപിടിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് മോദിയും അമിത്ഷായും തിരിച്ചറിയുന്നുമുണ്ട്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉൾപ്പെടെ പരാജയപ്പെട്ട നീക്കങ്ങളായി പാർട്ടി വിലയിരുത്തി കഴിഞ്ഞു. അതിനാൽ ലക്ഷ്യമിടുന്ന വിജയം നേടണമെങ്കിൽ പുതിയ വഴികൾ തേടേണ്ടി വരും. മണ്ഡല പുനർനിർണയം നടന്നാൽ 1-ലധികം സീറ്റുകൾ നേടാമെന്ന് ബി.ജെ.പി. നേതൃത്വം കരുതുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ബി.ജെ.പി. നൽകുന്ന കണക്കുകളിലോ ഉറപ്പുകളിലോ ദില്ലിയിലിരിക്കുന്നവർക്ക് ഒട്ടും വിശ്വാസമില്ല. ഇവിടെ ഇപ്പോഴേ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് മറ്റൊരു ഫണ്ട് തട്ടിപ്പിനുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്നവരും കുറവല്ല. നിലവിൽ സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റുകളിൽ 18ഉം യു.ഡി.എഫിന്റെ കൈകളിലാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ 20 പിടിക്കേണ്ടത് യു.ഡി.എഫിനും കോൺഗ്രസിനും അനിവാര്യവുമാണ്. പ്രത്യേകിച്ച് സംസ്ഥാനം യു.ഡി.എഫ് ഭരിക്കുന്ന സാഹചര്യത്തിൽ 2029 കേന്ദ്രത്തിൽ ബി.ജെ.പിയെ താഴെയിറക്കി ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ഓരോ സീറ്റും അതിനിർണായകമാണ്. മണ്ഡല പുനർനിർണയത്തെ കോൺഗ്രസ് ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ലോക്സഭാ സീറ്റുകൾ കൂട്ടി ഭരണം നിലനിർത്താനുള്ള ബി.ജെ.പിയുടെ അടവായാണ് ഇതിനെ ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്.